വി ഡി സതീശൻ സർക്കാർ വാക്ക് പാലിച്ചിട്ടുണ്ട്. ഇനി കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യമായി തന്നെ KSRTC ബസ്സിൽ പ്രിയദർശിനി പദ്ധതി പ്രകാരം യാത്ര ചെയ്യാം. തൽക്കാലം ഓർഡിനറി ബസ്സാണെന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പരിധിയൊക്കെ കൂട്ടാമെന്ന് മുഖ്യമന്ത്രി ഉറപ്പും കൊടുത്തിട്ടുണ്ട്. വിശ്വസിക്കാം. മലബാറിലും സ്ത്രീകൾക്ക് കൂടുതൽ ഓർഡിനറി സർവീസുകൾ വരുമത്രേ. അതാണ് സൂചന. എന്തായാലും KSRTCക്ക് പ്രതിമാസ നഷ്ടയിനത്തിൽ 75 കോടി രൂപ, പ്രതിവർഷം സർക്കാർ കോർപ്പറേഷന് 800 കോടി രൂപ അങ്ങനെ അധികമായി നൽകും. ഇപ്പോൾ തന്നെ ഒരു 1500 കോടി രൂപ ശമ്പളത്തിനും പെൻഷനുമായി സർക്കാർ തീറ്റിപ്പോറ്റുന്നുണ്ട്. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, 6 മാസം കൊണ്ട് KSRTC ലാഭത്തിലായിക്കോണം, അല്ലെങ്കിൽ വിധം മാറും. സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതിയുടെ ഭാഗമായി ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത തീരുമാനം അനുസരിച്ച് ജൂൺ 15-ാം തീയതി മുതൽ പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSRTC ബസ്സിലെ ഓർഡിനറി സർവീസുകളിലെ ബസ്സുകളിൽ സൗജന്യ യാത്രാ സ്കീം ജൂൺ 15 മുതൽ നടപ്പിലാക്കുന്നതിന് അതിനുള്ള അംഗീകാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. ഇന്ദിരാ ഗ്യാരണ്ടിയിലുള്ള ഈ പദ്ധതി പ്രിയദർശിനി എന്ന പേരിലായിരിക്കും അറിയപ്പെടുന്നത്. വരുമാനം കണക്കാക്കിയിട്ടില്ല, പ്രായം കണക്കാക്കിയിട്ടില്ല, കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ ആദ്യം ഓർഡിനറി ബസ് സർവീസിലാണ് ആദ്യഘട്ടത്തിലെ ഈ പദ്ധതി സൗജന്യ യാത്ര തീരുമാനിച്ചിരിക്കുന്നത്. ഇത് സർക്കാരിന് ഒരു മാസം 65-70 കോടിയോളം ബാധ്യത വരും. 800 കോടി രൂപയിലധികം ഒരു വർഷത്തിൽ KSRTCക്ക് അതിൻ്റെ വരുമാനക്കുറവ് വരും. ആ പണം സർക്കാർ KSRTCക്ക് നൽകും. ഇപ്പോൾ KSRTCക്ക് 1500 കോടി എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്, ശമ്പളവും പെൻഷനും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക്. ഒരു മാസം 125 കോടി വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ വോട്ട് പിടിക്കാൻ ചെന്നപ്പോൾ വി ഡി സതീശൻ സ്ത്രീകളോട് ഇനി സൗജന്യമായി KSRTC ബസ്സിൽ ടൂർ പോകാം, അമ്പലങ്ങളിൽ പോകാം, ബന്ധുവീടുകളിൽ പോകാം, എവിടെ വേണമെങ്കിലും പോകാമെന്നൊക്കെ വാഗ്ദാനം നൽകി കാണും. അങ്ങനെ നൽകിയെന്നും സ്ത്രീകളെ ഇതാ പറ്റിച്ചെന്നുമൊക്കെ ഇടതന്മാർ പ്രചരിപ്പിക്കുന്നുണ്ട്. അതത്ര കാര്യമാക്കേണ്ടെന്നാണ് സതീശൻ്റെ ഒരിത്. PM ശ്രീ അങ്ങനെ തള്ളിക്കളയാനൊന്നും സതീശൻ സർക്കാർ തയ്യാറല്ല. അത് പഠിക്കും, അതിൻ്റെ വിവിധ വശങ്ങൾ പരിശോധിക്കും. അല്ലാതെ എടുത്തുചാടി പദ്ധതി വേണ്ട എന്ന് പറയുകയില്ല. അതാണ് സതീശന് കുട്ടികൾക്കുള്ളൊരു ഉറപ്പ്. അതല്ലേ എൻ്റെ ഒരു ഇത്. ഓരോരുത്തരും ഇഷ്ടമുള്ള വാർത്തകൾ കൊടുക്കുക. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല, ഞങ്ങൾ തീരുമാനം എടുക്കും. ഞങ്ങൾ എടുക്കാത്ത തീരുമാനത്തിന് വാർത്ത വരികയാണ്. അതിൽ ലേബർ കോഡിൻ്റെ വിഷയമുണ്ട്, 2 PM ശ്രീയിലെ വിഷയമുണ്ട്, 3 PMAYയിലെ വിഷയമുണ്ട്. ഞങ്ങൾ ആ തീരുമാനം എടുക്കും. ഞങ്ങൾ അന്ന് എതിർത്തത് എന്താ? PM ശ്രീയെ. PM ശ്രീ ഒരു കാരണവശാലും അതിൽ പങ്കുചേരില്ല എന്ന് നിരന്തരം പ്രഖ്യാപിച്ചൊരു ഗവൺമെന്റ് മന്ത്രിസഭാ അംഗങ്ങൾ പോലും അറിയാതെ പോയി എഗ്രിമെന്റ് വെച്ചില്ലേ? ഏതൊരു മന്ത്രിസഭാ യോഗത്തിൽ വന്ന് അന്നത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുകയാണ്. അവർക്ക് രണ്ടുപേർക്കും അറിയാം ഇത് ഒപ്പുവെച്ചത്. ബാക്കി CPI മന്ത്രിമാർ ആവേശത്തോടെ പറയാണ് ഇതിൽ ഒപ്പുവെക്കരുത്. അപ്പോൾ ഒപ്പുവെച്ചിട്ട് വന്ന മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും മിണ്ടി കൊടുത്തില്ല മന്ത്രിസഭയിൽ. മറ്റവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മന്ത്രിസഭാ അംഗങ്ങളെ പോലും അറിയാതെ മന്ത്രിസഭയുടെ പെർമിഷൻ പോലും എടുക്കാതെയാണ് വെച്ചത്. അത്രയും നാള് PM ശ്രീയിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞ് വൺ ഫൈൻ മോർണിംഗ് പോയി ഒപ്പുവെച്ചപ്പോൾ മന്ത്രിസഭയെ പോലും വിശ്വാസം എടുക്കാതെ ഒപ്പുവെച്ചപ്പോഴാണ് ഞങ്ങളതിനെ ചോദ്യം ചെയ്തത്. ഇപ്പം അവർ ഒപ്പുവെച്ചൊരു ഗവൺമെന്റ് കണ്ടിന്യൂവേഷനാണ്. അപ്പം നമ്മൾ പരിശോധിക്കണം, അതിൻ്റെ അകത്ത് ലീഗൽ ഒബ്ലിഗേഷൻ ഉണ്ട് ഒരു സ്റ്റേറ്റിന്, അല്ലേ? വ്യക്തികളല്ലല്ലോ പോയി ഒപ്പുവെച്ചത്, സ്റ്റേറ്റ് ഗവൺമെന്റാണ് ഒപ്പുവെച്ചത്. ഗവൺമെന്റ് ഓഫ് കേരളയാണ് ഒപ്പുവെച്ചത്. ഇപ്പോൾ ഗവൺമെന്റ് ഓഫ് കേരള, ഞങ്ങൾ ഭരണതലത്തിലെ ആളുകൾ മാറിയെന്നല്ലാതെ ഗവൺമെന്റ് ഓഫ് കേരള തന്നെയാണ് ഞങ്ങളുടെ പൊസിഷൻ. അപ്പം ഇതിനകത്ത് ലീഗൽ പൊസിഷൻ എന്താണ്, അതിലെങ്ങനെ സ്വീകരിക്കാൻ പറ്റുമെന്ന് പഠിക്കാതെ ചെയ്യാൻ പറ്റുമോ? തോറ്റെന്ന് CPM ഒരിക്കലും സമ്മതിക്കില്ല. പ്രതിപക്ഷ നേതാവ് എന്താണ് പറഞ്ഞത്? നിയമത്തിൽ നിങ്ങളുടെ വോട്ട് കുറഞ്ഞത് കൊണ്ടാണ് BJP ജയിച്ചതെന്ന്. എന്നാൽ ചാത്തന്നൂർ കഴക്കൂട്ടം മണ്ഡലത്തിൽ UDFന്റെ വോട്ട് കൂടുതലാണ്. അപ്പോൾ ആരാണ് അവരെ ജയിപ്പിച്ചത്? BJP ജയിപ്പിച്ചത് ആരാണെന്ന ചോദ്യത്തിന് മാത്രം മറുപടിയില്ല. ഞാൻ നേരത്തെ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞു.
CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ തോറ്റെന്ന് അവർക്ക് ബോധ്യപ്പെടാൻ വലിയ പാടാണ്. അവർ ബോധ്യപ്പെടാൻ അതിൻ്റെ ഭാഗമായിട്ട് സത്യത്തിൽ ആ ചർച്ചയാണോ അവരുടെ ജില്ലാ കമ്മിറ്റികളിൽ നടന്നത് അതാണോ? ആ ചർച്ചയാണോ? ഈ പറഞ്ഞ കാര്യമാണോ അവിടെ ചർച്ച നടന്നത്? BJP UDF-ന് വോട്ട് ചെയ്തുകൊണ്ടാണ്. ഞാൻ മുഖ്യമന്ത്രിക്ക് മറുപടി കൊടുത്തല്ലോ നിയമസഭയിൽ. മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവിന്, മുൻ മുഖ്യമന്ത്രിക്ക് ഞാൻ നിയമസഭയിൽ മറുപടി കൊടുത്തല്ലോ. എന്താ അദ്ദേഹം പറഞ്ഞത്? നിയമത്ത് ഞങ്ങളുടെ വോട്ട് കുറഞ്ഞത് കൊണ്ടാണ് ജയിച്ചതെന്ന് പറഞ്ഞല്ലേ. നിയമത്ത് ഞങ്ങളുടെ വോട്ടും അവരുടെ വോട്ടും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ചാത്തന്നൂരും അതുപോലെ കഴക്കൂട്ടത്തും ഞങ്ങളുടെ വോട്ട് കൂടി. CPM-ന്റെ വോട്ട് 11,000 വോട്ടും 17,000 വോട്ടും കുറച്ചു. അവിടെ CPM BJP ഡീലായിരുന്നു ജയിപ്പിക്കാൻ വേണ്ടി. കാരണം BJP-യുടെ ഏറ്റവും വലിയ നേതാക്കൾ അവര് മത്സരിച്ച സ്ഥലത്താണ് ഈ വിജയം ഉണ്ടായത്. അതാണ് ഡീല്. അവരുടെ കയ്യിൽ അവരുടെ മുതിർന്ന നേതാക്കൾ കൈവശം വച്ചിരുന്ന സീറ്റുകളാണ് വെള്ളിത്താളത്തിലാക്കി BJP-ക്ക് കൈമാറിയത്. മനസ്സിലായില്ലേ? ഇതൊന്നും ആയിരുന്നില്ലല്ലോ അവരുടെ ചർച്ച. അവരുടെ പാർട്ടിയുടെ അണികളും പാർട്ടിയുടെ നേതാക്കന്മാരും പ്രതിപക്ഷ നേതാവിനെയും പാർട്ടി സെക്രട്ടറിയെയും ഉൾപ്പെടെയുള്ള അന്നത്തെ മന്ത്രിമാര് ഉൾപ്പെടെയുള്ള ആളുകളെയും നേതൃത്വത്തെയും രൂക്ഷമായി വിമർശിക്കുകയും എടുത്ത നിലപാടുകൾ മതേതരമല്ലാത്ത നിലപാട് എടുത്തതിനെ ഒരു ചോദ്യം ചെയ്യുമായിരുന്നു. അതായിരുന്നു അവിടെ ചർച്ചയിൽ നടന്നത് അല്ലേ? അതൊക്കെ ഇപ്പൊ അവസാനം കുറച്ചു കാര്യമൊക്കെ സമ്മതിച്ചു. അതിന്റെ കൂടെ വെറുതെ ഒരു മരുന്നിന് വേണ്ടി ഇത് ചേർത്തെന്ന് മാത്രമല്ല, അത് ഗൗരവമായിട്ട് എടുക്കണ്ട. ഞങ്ങൾ AI ടൂൾ ഉപയോഗിക്കും, എന്തും ചെയ്യും. അതിൻ്റെ അർത്ഥം ധവളപത്രം AI ഉപയോഗിച്ചുണ്ടാക്കിയാണെന്നാണോ? എത്ര മണ്ടത്തരമാണ് തോമസ് ഐസക് പറയുന്നത്. അതുതന്നെയാണ് VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കും പറയാനുള്ളത്. ഒരു AI ഉപയോഗിച്ചിട്ടില്ല എന്ന് KA ചന്ദ്രശേഖരൻ പറഞ്ഞു. ഇനി AI ഉപയോഗിച്ചാൽ എന്താ തെറ്റ്? ഞങ്ങൾ AI ഉപയോഗിക്കും ഇനിയുള്ള കാര്യങ്ങൾക്ക്. ഇതിലുപയോഗിച്ചിട്ടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂൾ ഈ ഗവൺമെന്റ് ഉപയോഗിക്കും. ഡാറ്റ ഡ്രിവൺ ഗവേണൻസ് ആണ് വരാൻ പോകുന്നത്. അതിന്റെ ഭാഗമായി AI ടൂൾസ് ഉപയോഗിക്കും. ഞങ്ങൾ അതിന്റെ സ്റ്റഡി തുടങ്ങിക്കഴിഞ്ഞു. ഞങ്ങൾ അതിന് ആവശ്യമായ ആളുകളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. അത് ചെയ്താൽ എന്താ തെറ്റ് ഒരു ഗവൺമെന്റ്? പിന്നെ പറഞ്ഞു ട്രഷറിയിലെ ബാലൻസ് അല്ലേ ഒരിക്കലും പുറത്തറിയാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ? ഒരിക്കലും പുറത്തറിയാൻ പാടില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം പറഞ്ഞല്ലോ. അതാണല്ലോ ഒരു ആക്ഷേപം. ട്രഷറിയിൽ 6,000 കോടി രൂപ ബാക്കിയുണ്ടെന്ന് ആദ്യം പറഞ്ഞാരാ? മുൻ ധനമന്ത്രി KN ബാലഗോപാൽ. അപ്പൊ രഹസ്യം, ബജറ്റ് രഹസ്യം അല്ലെന്നാണ് ട്രഷറി രഹസ്യം. ട്രഷറിയിലെ ബാലൻസ് പുറത്തു പറയാൻ പാടില്ല. ട്രഷറിയിലെ ബാലൻസ് ആദ്യം പുറത്തു പറഞ്ഞ ആള് മുൻ ധനകാര്യമന്ത്രി. ഇതൊന്നും ഒരു രഹസ്യമില്ല. നടൻ സലീം കുമാർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ വേട്ടയിടുന്നവർ ഇവിടെയുണ്ട്. ഇതാണോ കേരളമെന്നാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം ആര് നൽകും? ഇത് ചോദിച്ചത് ശരി തന്നെയല്ലേ? അവിടെ സംസ്കാര സമയത്ത് മൊബൈലുമായി കാട്ടിക്കൂട്ടിയതൊക്കെ മാന്യതയാണോ? ദൃശ്യമാധ്യമങ്ങളാണോ ആ കാട്ടിക്കൂട്ടിയത്, അതോ യൂട്യൂബർമാരാണോ, അതോ നീലക്കുയിലുകളാണോ? എന്തായാലും വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിക്കുണ്ട്. ഇത് നമ്മുടെ കേരളത്തിലാണോ ഇത് നടക്കുന്നത്? ദേശീയ അവാർഡ് നേടിയ ഒരു നടനാണ്. മലയാളികളെ കുടുകൂടെ ചിരിപ്പിച്ച ഒരു നടനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരാളെ കുറിച്ച് എന്തും സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്താവും. ചത്തുകൂടെ എന്നാണ് ചോദിച്ചത്. സുഖമില്ലാതെ ഒരാൾ കിടക്കുമ്പോൾ. ഇതാണോ നമ്മുടെ കേരളം? ആരാണ് ഇതിന്റെ പുറകിൽ? ഈ ക്യാമ്പയിന്റെ പുറകിൽ? എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കൊക്കെ ഒരുപാട് ആളുകൾക്ക് രാഷ്ട്രീയമുണ്ട് ഇവിടെ. ഒരുപാട് പേർക്ക് അവരുടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരാൾ സുഖമില്ലാതെ വെന്റിലേറ്ററിൽ മരണത്തോട് മല്ലടിച്ച് കിടക്കുമ്പോൾ നടത്തിയൊരു ക്യാമ്പയിൻ ഉണ്ടല്ലോ. ഇത് നമ്മുടെ കേരളത്തിന് യോജിച്ചതല്ലത്. കേരളം അത് തിരിച്ചറിയും. ഇത് ചെയ്യുന്ന ആളുകൾ അത് മനസ്സിലാക്കണം. സെക്രട്ടേറിയറ്റിനുള്ളിൽ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം കടുപ്പിച്ച് UDF സർക്കാർ. പിണറായി സർക്കാരിൻ്റെ കാലത്ത് കടക്ക് പുറത്താണെങ്കിൽ ഇപ്പോൾ അകത്തേക്ക് കടക്കരുത് എന്നാണ് പറയുന്നതെന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളും ചില ഇടതന്മാരുമൊക്കെ മുറവിളി കൂട്ടുന്നത്. അതിന് VD സതീശൻ നൽകിയൊരു മറുപടിയുണ്ട്. കഴിഞ്ഞ സർക്കാരാണ് മാധ്യമങ്ങളെ സെക്രട്ടേറിയറ്റിനകത്ത് നിയന്ത്രിച്ചുകൊണ്ട് വിലക്കിക്കൊണ്ടുമുള്ള ഉത്തരവിറക്കിയത്. ആ ഉത്തരവ് റദ്ദാക്കിയിട്ടില്ല. അതിപ്പോഴും നിലനിൽക്കുന്നു. ഒരു ഉത്തരവ് റദ്ദാക്കണമെങ്കിൽ അതിൽ ചില നടപടിക്രമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത് പരിശോധിക്കുമെന്ന് താൻ പറഞ്ഞതെന്നും VD സതീശൻ വ്യക്തമായി തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ,
ആ നിലപാട് ഞങ്ങൾ അതിനെ എതിർത്തതാണ്, മാധ്യമങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയതിന്. ആ ഓർഡർ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഞങ്ങളത് പരിശോധിച്ച് ഒരു നടപടി സ്വീകരിക്കുക. ഞങ്ങൾ പരിശോധിച്ചിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇത് എത്ര ദിവസമായി നമ്മൾ വന്നിട്ട്? ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം, അതിൻ്റെ നന്ദി പ്രമേയത്തിൻ്റെ ചർച്ച, വൈറ്റ് പേപ്പറിൻ്റെ അവതരണം, ബജറ്റിൻ്റെ പ്രിപ്പറേഷൻ, നിരവധി ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ, ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഞങ്ങൾ ആ കാര്യത്തിലൊരു നടപടി സ്വീകരിക്കും. അതിനു മുൻപേ ഞങ്ങളെല്ലാ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ 2018 ഓർഡർ നിലനിൽക്കുകയാണ്. അപ്പം നിലനിൽക്കുക. അത് മാറ്റാനൊരു ഗവൺമെൻറ് ഓർഡർ തന്നെ വേണം. സർക്കുലറാണ് ഇറക്കിയത് 2015-11-2018 ഇറക്കിയ മാർഗനിർദ്ദേശങ്ങളാണ് ആ സർക്കുലർ നിൽക്കുന്നത്. സെക്രട്ടേറിയറ്റിനകത്ത്, സെക്രട്ടേറിയറ്റിന് പുറത്ത് എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ. അത് പരിശോധിച്ച് നമ്മളൊരു നടപടി സ്വീകരിക്കണം. അതിനു മുമ്പ് ഞങ്ങൾ മാധ്യമങ്ങളെ പുറത്താക്കി എന്ന് പറയുന്നത്, വാർത്ത കൊടുക്കുന്നത് ശരിയാണോ ഇല്ലയെന്ന് നിങ്ങൾ ആലോചിക്കുക. പിന്നെ ഗേറ്റ് ഫുൾ ടൈം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ആ ഗേറ്റ് തുറന്നു. ആ ഗേറ്റിന്റെ മുമ്പിലേക്ക് ഒരു ജാഥയുമായിട്ട് വരുമ്പോൾ ആ ഗേറ്റ് അടയ്ക്കില്ലേ? ആ ഗേറ്റ് അടച്ചിട്ടല്ലേ പ്രതിരോധം തീർക്കുന്നത്, അല്ലേ? അതവിടെ ഇങ്ങോട്ട് ഒരു ആക്രമണം ഉണ്ടാകാതിരിക്കാൻ സമരങ്ങൾ വരുമ്പോൾ ഗേറ്റ് അടയ്ക്കും. അല്ല അത് നോക്കാം, അത് പരിശോധിക്കും. ഗവൺമെന്റ് ഒരു നിർദ്ദേശവും കൊടുത്തിട്ടില്ല. ഗവൺമെന്റ് അത് തുറക്കണം എന്നാണ് പറഞ്ഞിരുന്നത്.